ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ് ബേസ് ടൈട്രേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ആസിഡ് ബേസ് ടൈട്രേഷൻ നമ്മൾ വോളിയോമെട്രിക് അനാലിസിസിനെ പറ്റി ആദ്യം പറയണം. അതിൽ വരുന്നതാണ് ടൈട്രേഷൻസ്. വോളിയോമെട്രി ഇത്ര ദിവസം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ക്വാളിറ്റേറ്റീവ് അനാലിസിസും ഉണ്ട്. രണ്ട് തരത്തിലുള്ള അനാലിസിസുകളാണ് ഉള്ളത് കെമിസ്ട്രിയിൽ. അതിലൊന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, രണ്ടാമത്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഈ വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അപ്പോ വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അവിടെ നമ്മൾ ക്വാണ്ടിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. വോളിയോമെട്രിക് അനാലിസിസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തിന്റെ ക്വാണ്ടിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്? ഇതിലുള്ള ടേംസുകൾ, ചില ടേംസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വോളിയോമെട്രിക് അനാലിസിസിൽ എന്താണ് ആദ്യം പറയേണ്ട പോയിന്റ് ഇതാണ്. എന്താണ് വോളിയോമെട്രിക് അനാലിസിസ്? വോളിയോമെട്രിക് അനാലിസിസ് എന്താണ്? രണ്ടാമത് പറയുന്നത് എന്താണ് ടൈട്രേഷൻ? എന്താണ് ടൈട്രേഷൻ? മൂന്നാമത് പറയുന്നത് എന്താണ് ഇക്വിവാലൻസ് പോയിന്റ്? ഇക്വിവാലൻസ് പോയിന്റ് എന്താണ് ഇക്വിവാലൻസ് പോയിന്റ്? നാലാമത് പറയുന്നത് എന്താണ് എൻഡ് പോയിന്റ്? എൻഡ് പോയിന്റ്. എന്താണ് ഇൻഡിക്കേറ്റർ? എന്താണ് ഇൻഡിക്കേറ്റർ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ, വോളിയോമെട്രിക് അനാലിസിസിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഭാഗത്തിലേക്ക് പോവാം. ആദ്യം എന്താണ് വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെല്ലാവരും BSc കെമിസ്ട്രി കഴിഞ്ഞ ആളുകളാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ലാബ് ചെയ്തിട്ടുള്ള ആളുകളാണ്. വോളിയോമെട്രിക് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അവിടെയുള്ള രണ്ട് എക്യുപ്മെന്റ്സ് ആണ്, രണ്ട് അപ്പാരറ്റസുകളാണ്, ബ്യൂറട്ടും അതുപോലെ കോണിക്കൽ ഫ്ലാസ്ക്, പിപ്പറ്റ് എന്നൊക്കെ. അപ്പൊ നമ്മൾ ടൈട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ. അപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആസിഡ് ബേസ് ടൈട്രേഷനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ബേസ് എപ്പോഴും നമ്മൾ എന്തിലാണ് എടുക്കുക? ബീക്കറിലാണ് എപ്പോഴും, കോണിക്കൽ ഫ്ലാസ്കിലാണ് നമ്മൾ എപ്പോഴും ബേസ് എടുക്കുക. കോണിക്കൽ ഫ്ലാസ്കിലാണ് എപ്പോഴും നമ്മൾ ബേസ് എടുക്കുക. പിന്നെ നമ്മുടെ ബ്യൂറട്ട്, ഇതാണ് നമ്മുടെ ബ്യൂറട്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ കോണിക്കൽ ഫ്ലാസ്കില് നമ്മൾ എടുത്ത ബേസ് NaOH ആണ്. നമ്മൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യുന്ന ആസിഡ് HCl ആണ്. അപ്പൊ HCl വേഴ്സസ് NaOH ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോ ഇവിടെ നടക്കുക ന്യൂട്രലൈസേഷൻ ആണ്. ഇവിടെ നടക്കുക എന്ത് റിയാക്ഷൻ ആണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്, HCl ഒരു ആസിഡ് ആണ്. അപ്പൊ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ന്യൂട്രലൈസേഷൻ ആണ് നടക്കുക. ഇവിടെ നമ്മൾ NaOH എടുക്കുക എത്രയാണ്? സാധാരണ 20 ml ആണ് എടുക്കുക. 20 ml ആണ് നമ്മൾ NaOH എടുക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൺവെൻഷണൽ ആയി ചെയ്തു വരുന്ന മെത്തേഡ്. 20 ml NaOH നെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര ml HCl വേണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ HCl-ഉം NaOH-ഉം കൂടി റിയാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുക NaCl-ഉം അതുപോലെ H2O ആണ് കിട്ടുക. NaCl-ഉം H2O ആണ് കിട്ടുക. അപ്പൊ ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്ന ഒരു ആസിഡ് ബേസ് ടൈട്രേഷൻ. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും, ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. ആസിഡ് ബേസ് ടൈട്രേഷനിൽ സാധാരണ ഉപയോഗിക്കുക ഫിനോഫ്തലീനും അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ, ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് വോളിയോമെട്രിക് അനാലിസിസ്? വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടാവും, അവരൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ തന്നിട്ടുണ്ടാവും. ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോൺസെൻട്രേഷൻ അറിയുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയാം. ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ തന്നിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക്
അറിയും. ആ കോൺസെൻട്രേഷൻ അറിയുന്ന സൊല്യൂഷന്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് നമ്മൾ വേറൊരു സൊല്യൂഷന്റെ എന്ത് കണ്ടുപിടിക്കുകയാണ്, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. വോളിയോമെട്രിക് അനാലിസിസ് ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് വോളിയം ഓഫ് എ സൊല്യൂഷൻ ഓഫ് accurately known concentration called standard solution, which is required to react completely with a known volume of the solution of the substance being estimated. ആ അനലൈറ്റിന്റെയാണ് നമുക്ക് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ നോർമാലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോൺസെൻട്രേഷന്റെ ടേംസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൊളാലിറ്റി, നോർമാലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഈ വോളിയോമെട്രിക് അനാലിസിസിന് പറയുന്ന വേറൊരു പേരാണ് ടൈട്രിമെട്രിക് അനാലിസിസ് എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. വോളിയോമെട്രിക് അനാലിസിസ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്, ടൈട്രിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എസ്റ്റിമേഷൻസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അതിൽ വരുന്ന ഒരു അനാലിസിസ് ആണ് വോളിയോമെട്രിക് അനാലിസിസ്. അതിന് തന്നെ ഓൾസോ നോൺ ആസ് ടൈട്രിമെട്രിക് അനാലിസിസ്. ഇനി എന്താണ് ടൈട്രേഷൻ? ടൈട്രേഷൻ ഈസ് ദ പ്രോസസ് carried out to view to determine the concentration of the analyte solution and involves adding a standard solution in small quantities to a measured volume of analyte solution or vice versa until the reaction is just complete. In the simplest form of titration, a known volume of one solution is pipetted into a conical flask and other solution is added from the burette while the former is constantly stirred. എന്താ സംഭവിക്കുന്നത്? ഇപ്പോ അതായത് നമ്മൾ നോൺ വോളിയം ഓഫ് NaOH പിപ്പറ്റ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. NaOH നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് 20 ml NaOH നമ്മൾ പിപ്പറ്റ് ചെയ്യാണ്. 20 ml ആണ് NaOH എടുക്കുന്നത്. 20 ml NaOH നമ്മൾ പിപ്പറ്റ് ചെയ്യാണ്. അതിന്റെ നോർമാലിറ്റി ഇപ്പൊ 0.1 നോർമൽ എന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് നമ്മൾ ബ്യൂററ്റ് വഴി HCl ആഡ് ചെയ്യാണ്. ബ്യൂററ്റ് വഴി എന്താ ആഡ് ചെയ്യാണ്? HCl ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു 19.5 ml ആണ് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട HCl എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നോർമാലിറ്റി ഉണ്ട്. ഇവിടെ 20 ml ആണെന്ന് അറിയാം, ഇവിടെ 19 ml ആണെന്ന് അറിയാം. അത് അങ്ങനെ അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ ആണ് എന്ത്, N1V1 ഈസ് ഈക്വൽ ടു N2V2. ഓക്കെ, നമുക്ക് അറിയുന്നതിന്റെ 1 ആയിട്ട് എടുക്കാം. ഇതിന്റെ N1 ആണ്, നോർമാലിറ്റി ഓഫ് ഫസ്റ്റ് സൊല്യൂഷൻ. അതിന്റെ വോളിയം V1, ഇതാണ് V1, ഇത് V2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് N2 എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ചെയ്യാം. നോർമാലിറ്റി ഓഫ് HCl നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ വോളിയവും നമുക്ക് അറിയുന്നുണ്ടാവും. അത് ഉപയോഗിച്ച് നമ്മൾ വേറൊരു സൊല്യൂഷന്റെ എന്ത് കണ്ടുപിടിക്കുകയാണ്, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുകയാണ്. മനസ്സിലായോ? അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. എങ്ങനെയാണ്? ഡിറ്റർമൈൻ വോളിയം of HCl. Determine volume of HCl required for complete neutralization of 20 ml 0.1 normal NaOH. മനസ്സിലായോ?
അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി അത് പറഞ്ഞതാണ്. N1 V1 എടുത്തിട്ട് ചെയ്താൽ മതി. ഇതിന്റെ നോർമാലിറ്റി അറിയാൻ വേണ്ടി N1 ആയിട്ട് എടുക്കുക, ഇതിന്റെ വോളിയം അത് V1 ആയിട്ട് എടുക്കുക. ഈ HClന്റെ വോളിയം നമുക്ക് ബ്യൂററ്റ് റീഡ് ചെയ്ത വാല്യൂ എന്ന് കിട്ടും അല്ലെ? അപ്പൊ അതാണ് V2. അങ്ങനെയാണെങ്കിൽ നമുക്ക് V2 നമുക്ക് അവിടെ നിന്ന് കിട്ടും. V2 നമുക്ക് പ്യൂററ്റ് റീഡിംഗ് എന്ന് എന്ത് കിട്ടും? പ്യൂററ്റ് റീഡിംഗ് എന്ന് നമുക്ക് V2 കിട്ടും. എന്നിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? N2 കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ഓൾറെഡി പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇക്വാലൻസ് പോയിന്റും എൻ പോയിന്റും. ഇക്വാലൻസ് പോയിന്റ് എന്താണ്? ഇക്വാലൻസ് പോയിന്റ് എന്താണ്? എൻഡ് പോയിന്റ് ഇതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഇത് രണ്ടും ഒന്നല്ല. ഇക്വാലൻസ് പോയിന്റും എൻഡ് പോയിന്റും ഒന്നല്ല. നോക്കാം. അപ്പൊ നമ്മൾ ചെയ്യാണ്, ടൈട്രേഷൻ ചെയ്യാണ്. കോണിക്കൽ ഫ്ലാസ്ക്, ബ്യൂററ്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ എടുക്കുന്ന NaOH HCl ആണ്. NaOH ഉണ്ട്, ഇതിലൂടെ HCl വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വിചാരിക്കുക, ഇതില് നമ്മള് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണ്. ഇത് രണ്ടും സ്ട്രോങ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് മീഥൈൽ ഓറഞ്ച് എടുക്കണം വിചാരിക്കാം. നമ്മുടെ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് മീഥൈൽ ഓറഞ്ച് എടുക്കുന്നത്. ഓക്കെ, അപ്പോ ബേസിക് മീഡിയത്തില് NaOH ബേസ് ആണ്. ബേസിക് മീഡിയത്തില് മീഥൈൽ ഓറഞ്ചിന്റെ കളറ് യെല്ലോ കളറാണ്. യെല്ലോ കളറാണ് ബേസിക് മീഡിയത്തില് മീഥൈൽ ഓറഞ്ചിന്റെ കളറ് യെല്ലോ കളറാണ്. അപ്പൊ ഇവിടെ വിചാരിക്കാം 100 NaOH ഉണ്ട്, 100 NaOH മോളിക്യൂൾസ് ഉണ്ട് എന്ന് വിചാരിക്കാം. 100 എണ്ണം ഉണ്ട്. അപ്പോ ഇതൊന്ന് 1 ml NaOH ഇതിലേക്ക് ആഡ് ചെയ്തു. സോറി, 1 ml HCl നമ്മൾ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ്. ഇത് 100 ഡ്രോപ്പ് ഉണ്ട് എന്ന് എടുത്തോളൂ, ഇത് ഒരു ഡ്രോപ്പ്. അപ്പൊ നോക്കാം, HCl എത്ര ആഡ് ചെയ്തിട്ടുള്ളൂ? ഒരു ഡ്രോപ്പ്. അപ്പോ എത്ര NaOH അതുമായിട്ട് പ്രവർത്തിക്കും? നമുക്ക് ഓൾറെഡി അറിയാം ഇതിന്റെ ഇക്വേഷൻ. HCl പ്ലസ് NaOH gives NaCl പ്ലസ് H2O നമുക്കറിയാം. അപ്പൊ ഒരു മോൾ HCl ഒരു മോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ? മോളിന്റെ എണ്ണം ഇവിടെ എഴുതാം ഫ്രണ്ടില്. അപ്പൊ ഒരു മോൾ HCl ഒരു മോൾ NaOH ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. ഒരു മോള് HCl ഒരു മോള് നോക്കാം, HCl NaOH. ഒരു മോള് HCl ഒരു മോള് NaOH ആയിട്ട് റിയാക്ട് ചെയ്തു വെച്ചാൽ ഒരു മോള് HCl ഇവിടെ പെട്ടു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 99 മോള് NaOH ഉണ്ട്. 2 മോള് HCl ആണെങ്കിൽ ഇത് എത്രയും 98 ആവും. ഇനി 100 വീണു, 100 മോള് HCl വീണ് കഴിഞ്ഞാൽ 100 ആരുമായിട്ട് റിയാക്ട് ചെയ്തു? NaOH ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ അവിടെ NaOH എത്രയാണ്? 0 ആണ്. NaOHന്റെ അളവ് തീരും. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് HCl ആരുടെ കൂടെ റിയാക്ട് ചെയ്തു? NaOHന്റെ കൂടെ റിയാക്ട് ചെയ്തു. അപ്പോ ആ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ നടന്ന പോയിന്റിനെയാണ്, കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ നടന്ന ആ പോയിന്റ് ഇല്ലേ, റിയാക്ഷൻ നടന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ നടന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വാലൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇക്വാലൻസ് പോയിന്റ് എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ നടന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വാലൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് 100 മോൾസ് HCl 100 മോൾസ് NaOH ആയിട്ടും റിയാക്ട് ചെയ്തു. ഇപ്പൊ എന്തുണ്ടായി? 100 NaCl 100 എന്തുണ്ടായി? 100 H2O മോളിക്യൂളും ഉണ്ടായി. അപ്പോഴും അതിനൊരു കളർ ഉണ്ടാവും. മീഥൈൽ ഓറഞ്ചിന്റെ യെല്ലോ കളർ തന്നെ ആർക്കുണ്ടാവും? ആ സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഈ 101ാമത്തെ ഡ്രോപ്പ് HCl അതിലേക്ക് ആഡ് ചെയ്യുക, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ്. പക്ഷെ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആരില്ല? NaOH ഉണ്ടോ? ഇല്ല. NaOH ഇല്ല. അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആരില്ല? NaOH ഇല്ല. അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ചെയ്യും. അപ്പൊ അതിന്റെ കളർ എന്തായിട്ട് മാറും? 101ാമത്തെ ഡ്രോപ്പ് HCl വീഴുമ്പോ അതിന്റെ കളറ് എവിടെ നിന്ന് എങ്ങോട്ട് മാറും? യെല്ലോയിൽ നിന്ന് ഓറഞ്ച് റെഡിലേക്ക് മാറും. യെല്ലോയിൽ നിന്ന് ഓറഞ്ച്
റെഡിലേക്ക് ആ സൊല്യൂഷന്റെ കളർ ചേഞ്ച് ചെയ്യാണ്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ എന്താണ് ഇക്വാലൻസ് പോയിന്റ്? ഇക്വാലൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടന്ന പോയിന്റ് ആണ് ഇക്വാലൻസ് പോയിന്റ്. എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് കളർ ചേഞ്ച് കാണുന്ന, റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് ഇൻഡിക്കേറ്ററിന്റെ പ്രസൻസിൽ മനസ്സിലാവുന്നതിനെയാണ് മനസ്സിലാവുന്ന ആ പോയിന്റ് ആണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നന്നായി മനസ്സിലാക്കണം. എന്താണ് ഇക്വാലൻസ് പോയിന്റ്, എന്താണ് എൻഡ് പോയിന്റ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ക്ലിയർ? നമുക്ക് ഇതിന്റെ നോട്ട്സ് നോക്കാം. ഇവിടെ നോക്കി, ഇക്വാലൻസ് പോയിന്റ്. ഇക്വാലൻസ് പോയിന്റ് എന്താന്ന് നോക്കി. The point at which reaction is just completed in a titration. That is, the stage at which the reacting solutions are used up in their exact stoichiometric proportions is called equivalence point. So, stoichiometric proportion എന്ന് പറഞ്ഞാൽ 100 moles of HCl 100 moles of NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 100 മോള് NaCl ഉം 100 മോള് H2O ഉണ്ടാവുന്നു. അങ്ങനെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റ് ആയ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വാലൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. The equivalence point of a titration is theoretical point. Equivalence point എന്താണ്? ഒരു theoretical point ആണ്. That cannot be determined experimentally. അത് എക്സ്പെരിമെന്റലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആ കളർ മാറിയാലേ നമുക്ക് അവിടെ റിയാക്ഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇക്വാലൻസ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സാക്ട് ആയിട്ട് cannot be determined. അപ്പൊ ഇക്വാലൻസ് പോയിന്റ് മനസ്സിലാക്കുക. അവിടെ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. അതൊരു തിയററ്റിക്കൽ പോയിന്റ് ആണ്. ഇക്വാലൻസ് പോയിന്റ് എന്ത് പോയിന്റ് ആണ്? ഇക്വാലൻസ് പോയിന്റ് ഒരു തിയററ്റിക്കൽ ഇക്വാലൻസ് പോയിന്റ് എന്താണ്? ഒരു തിയററ്റിക്കൽ പോയിന്റ് ആണ്. ഇക്വാലൻസ് പോയിന്റ് ഒരു തിയററ്റിക്കൽ പോയിന്റ് ആണ്. കനോട്ട് ബി ഡിറ്റർമൈൻഡ് എക്സ്പെരിമെന്റലി. അത് എക്സ്പെരിമെന്റലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്താണ് ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ വരുമ്പോഴാണ് എൻഡ് പോയിന്റ് വരുന്നത്. A substance used to indicate the completion of a reaction in a titration is called an indicator. അതായത് റിയാക്ഷൻ ഇപ്പൊ 100 മോൾ HCl 100 മോള് NaOH ആയിട്ട് റിയാക്ട് ചെയ്ത് 100 മോള് NaCl 100 മോള് H2O ഉണ്ടായി എന്ന് പറയുന്നില്ലേ? ആ ഒരു റിയാക്ഷനിൽ അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് ഇക്വാലൻസ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നത്. നമ്മൾ 101ാമത്തെ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ കളർ ചേഞ്ച് ഉണ്ടാവുന്നതും ഇക്വാലൻസ് പോയിന്റ് കഴിഞ്ഞിട്ട് എൻഡ് പോയിന്റ് ആയെന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. എ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ completion of the reaction in a titration is called an indicator. At the point of completion of the reaction determined using an indicator is called end point. അപ്പോൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ റിയാക്ഷൻ കഴിഞ്ഞു എന്ന് കണ്ടുപിടിക്കുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. In most cases, the indicator points out the end point of a reaction by change of color, since the color change occurs only just after the equivalence point. Equivalence point കഴിഞ്ഞിട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ? കളർ ചേഞ്ച് occur ചെയ്യുള്ളൂ. The end point differs
അറ്റ്ലീസ്റ്റ് സ്ലൈറ്റ്ലി ഫ്രം ദ തിയററ്റിക്കൽ ഇക്വാലൻസ് പോയിന്റ്. തിയററ്റിക്കൽ ശരിക്കും പറഞ്ഞാൽ 20 ml NaOH ന്യൂട്രലൈസ് ചെയ്യാൻ 20 ml HCl വേണം. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ചേരുമ്പോഴാണ് അവിടെ ന്യൂട്രലൈസേഷൻ നടക്കുക. പക്ഷേ ഈ ഇക്വാലൻസ് പോയിന്റ് ശേഷമായിരിക്കും, തിയററ്റിക്കൽ ആയിട്ടുള്ള ഇക്വാലൻസ് പോയിന്റിന് ശേഷമായിരിക്കും എൻഡ് പോയിന്റ് വരിക. ബട്ട് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് the end point may be taken as equivalence point. നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ട് ഇക്വാലൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് എന്തിനെയാണ്? എൻഡ് പോയിന്റിനെയാണ്. ഓക്കെ, ഒരു ടൈട്രേഷന് ഒരു റിയേജന്റിന്റെ വോളിയം നമുക്കറിയാം. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര വോളിയം വേണം എന്നുള്ള ആ വാല്യൂവിനെയാണ് നമ്മൾ ടൈറ്റർ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബ്യൂറട്ടിൽ എടുക്കുന്നത് HCl ആണ്. ആ HClന്റെ വാല്യൂവിനെയാണ്, വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈറ്റർ വാല്യൂ എന്ന് പറയുന്നത്. അതുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ? എപ്പോഴും നമുക്ക് വേണ്ട ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലെ. എന്താണ് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്നത്? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള, അറിയുന്ന, നമുക്ക് ആ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാമെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന്. എ സൊല്യൂഷൻ ഓഫ് അക്യുറേറ്റ്ലി നോൺ കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ദാറ്റ് ഈസ് a standard solution is one that contains a known amount of solute per liter of the solution. അതായത് എത്ര സോൾവെന്റിൽ എത്ര സൊല്യൂട്ട് ആണെന്ന് നമുക്കറിയാം. അതായത് അതിന്റെ കോൺസെൻട്രേഷൻ അറിയുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ഐഡിയൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആവണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം? സഫീഷ്യന്റ്ലി സ്റ്റേബിൾ ആയിരിക്കണം, കാരണം അതിന്റെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പാടില്ല. പിന്നെ അനലൈറ്റുമായിട്ട് ക്വിക്ക് ടു റിയാക്ട് വിത്ത് അനലൈറ്റ്. നമുക്ക് ഏതിന്റെ കോൺസെൻട്രേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യണ ഒരു സബ്സ്റ്റൻസ് ആയിരിക്കണം സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. capable of reacting selectively with the analyte as per a simpled balanced equation. സെലക്റ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. capable of reacting completely with the analyte so as to yield satisfactory end point. കറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എൻഡ് പോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്നാണ് പ്രൈമറി സ്റ്റാൻഡേർഡും ഒന്ന് സെക്കൻഡറി സ്റ്റാൻഡേർഡും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ എക്സാമ്പിൾസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതാണ് നമ്മൾ എന്താണ് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലാക്കുക, അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. എന്താണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലാക്കുക, അതിന്റെ എക്സാമ്പിൾ പഠിക്കുക. അതാണ് ഇവിടെ വേണ്ടത്. എ പ്രൈമറി സ്റ്റാൻഡേർഡ് ഈസ് എ കോമ്പൗണ്ട് ഓഫ്, ഒരു കോമ്പൗണ്ട് ആണ്, sufficiently purity from which a standard solution can be prepared by direct weighing of a quantity of it followed by dilution to give a definite volume of solution. The solution prepared in this way is known as primary standard solution. അതായത് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അതിൽ നിന്ന് നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റണം. അതിനെ ഡയറക്റ്റ് വെയിൻ ചെയ്ത് നമുക്ക് വേണ്ട അത്രയും വോളിയം പ്യുവർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് വെയിനിങ്, ഡയറക്റ്റ് വെയ് ചെയ്തിട്ട് നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? The direct weighing of a quantity of it followed by dilution to give a definite volume of solution. അതിനെയാണ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് അടുത്തത് നോക്കേണ്ടത്. ഓക്കെ, അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ നോട്ട് ഗ്രൂപ്പ്സിൽ ഇട്ടിട്ടുണ്ട്, അതിന് നോക്കുക. അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി അതിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഡിഗ്രിയിലും PG എടുത്തവർ അവര് ആ ഒരു ക്ലാസ്സിലും നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സോഡിയം കാർബണേറ്റ്, ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ്, മോർ സോൾട്ട്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോപ്പർ സൾഫേറ്റ്, അറീനിയസ് ഓക്സൈഡ്, അറീനിയസ് അല്ല ആർസനിയസ് ഓക്സൈഡ്,
പൊട്ടാസ്യം അയഡൈഡ് ഒക്കെ പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രൈമറി സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ഇപ്പൊ തന്നിട്ട് ഇതിൽ പ്രൈമറി സ്റ്റാൻഡേർഡിൽ പെടുന്നത് ഏതൊക്കെയാണ്, ഇതിൽ പ്രൈമറി സ്റ്റാൻഡേർഡിൽ പെടാത്തത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. ഇപ്പൊ സോഡിയം കാർബണേറ്റ്, ക്രിസ്റ്റനൈൻ ഓക്സാലിക് ആസിഡ്, മോർ സോൾട്ട്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോപ്പർ സൾഫേറ്റ്, ആർസനിയസ് ഓക്സൈഡ്, പൊട്ടാസ്യം അയഡൈഡ് ഒക്കെ പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി പ്രൈമറി സ്റ്റാൻഡേർഡിന്റെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഇറ്റ് മസ്റ്റ് ബി ഈസി ടു obtain, to purify, to dry and preserve in a pure state. പെട്ടെന്ന് കിട്ടുന്നതായിരിക്കണം, പ്യുവർ ആയിരിക്കണം, പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അതുപോലെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതുമായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഹൈഗ്രോസ്കോപ്പിക്, വാട്ടർ അബ്സോർബ് ചെയ്യുന്നതാവരുത്, ഡെലിക്വസന്റ് ആവരുത്, അതുപോലെ തന്നെ എയറിൽ സ്റ്റേബിൾ ആയിരിക്കണം, അതായത് എയറുമായിട്ട് റിയാക്ട് ചെയ്യരുത്. ഇറ്റ് കോമ്പോസിഷൻ ഷുഡ് റിമൈൻ അൺആൾട്ടേർഡ് ഡ്യൂറിങ് ഇറ്റ് സ്റ്റോറേജ്. അതായത് ആ കോമ്പൗണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാലും അതിന്റെ കോമ്പോസിഷൻ മാറില്ല, അതിലുള്ള എലമെന്റ്സ് വേറെ ആയി മാറരുത്, അതായത് അത് റിയാക്ട് ചെയ്യരുത് എയർ ആയിട്ടൊന്നും. ഇറ്റ് ഷുഡ് ബി ഹാവ് എ ഹൈ റിലേറ്റീവ് മോളിക്കുലാർ മാസ് സോ ദാറ്റ് ദ വെയിങ് എറേഴ്സ് മേ ബി മിനിമൈസ്ഡ്. അതിന്റെ മോളിക്കുലാർ മാസ് കൂടുതലായിരിക്കണം, എന്നാൽ വെയ് ചെയ്യുമ്പോൾ എറർ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ദ സബ്സ്റ്റൻസ് മസ്റ്റ് ബി റെഡിലി സൊല്യൂബിൾ ഇൻ വാട്ടർ ഓർ ടൈട്രേഷൻ മീഡിയം യൂസ്ഡ്. വാട്ടറിൽ പെട്ടെന്ന് സൊല്യൂബിൾ ആവുന്നതായിരിക്കണം, അതുപോലെ ഏത് ടൈട്രേഷൻ മീഡിയം ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ടൈട്രേഷൻ ഏത് ലിക്വിഡ് ആണോ യൂസ് ചെയ്യുന്നത്, ഏത് ആസിഡ് ആണോ ബേസ് ആണോ അതിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുന്നതും ആയിരിക്കണം. ഓക്കെ, ഓക്കെ, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സെക്കൻഡറി സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. എന്താണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്? നോക്കാം, എന്താണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. പ്രൈമറി സ്റ്റാൻഡേർഡിന്റെ പ്രോപ്പർട്ടീസ് ലാക്ക് ചെയ്യുന്ന കുറച്ച് റിയേജൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ ഡയറക്ട്ലി വെയ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഡയറക്ട്ലി വെയിൻ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അത്തരം കോമ്പൗണ്ട്സിനെയാണ്, സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് ദ ഡയറക്ട് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഈസ് ഇംപോസിബിൾ, but whose solutions can be used as standard solutions if their concentrations are determined previously by suitable methods. അതായത് ഡയറക്റ്റ് വേ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാം എപ്പോ, അതിന്റെ കോൺസെൻട്രേഷൻസ് നമ്മൾ സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് വെച്ചാൽ അതിൽ നിന്നും എന്ത് പ്രിപ്പയർ ചെയ്യാം, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അതിന്റെ ഡയറക്റ്റ് വെയിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അത്തരം സൊല്യൂഷൻസിനെയാണ്, അല്ലെങ്കിൽ അത്തരം സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിലും നമുക്ക് ചെയ്യേണ്ടത് എക്സാമ്പിൾസ് പഠിക്കേണ്ടതാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആണ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എവിടെയാണ്, എന്താണ്, പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്താണ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആണ്. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതൊക്കെ നമുക്ക് cannot be prepared by direct weighing. ഡയറക്റ്റ് വേ ചെയ്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, in such case of substances, the direct preparation of a standard solution is not possible. The concentration of such substances in solution can be determined by titrating against primary standard solutions. അതായത് ഇതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ അറിയോ കണ്ടുപിടിക്കാം, പ്രൈമറി സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യും. നമ്മൾ വോളിയോമെട്രി മെത്തേഡിൽ ചെയ്യാറില്ലേ, സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റിമേഷൻ ചെയ്യുക അല്ലെ. അപ്പൊ ആദ്യം ഇതിനെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത് അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ദ സൊല്യൂഷൻ ദ സ്റ്റാൻഡർഡൈസ്ഡ് ഈസ് കോൾഡ്. അങ്ങനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തെടുത്ത സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി ഫർദർ
യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് അതർ സൊല്യൂഷൻ. എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് മറ്റു സൊല്യൂഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ടൈട്രേഷൻ, എന്താണ് ഇക്വാലൻസ് പോയിന്റ്, എന്താണ് എൻഡ് പോയിന്റ്, എന്താണ് പ്രൈമറി സ്റ്റാൻഡേർഡ്, എന്താണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾക്കറിയാം, നമ്മളൊക്കെ ടൈട്രേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോണിക് ബാലൻസിൽ വെയ് ചെയ്യാൻ പോകും അല്ലെ? പ്രൈമറി സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സബ്സ്റ്റൻസിനെ വെയ് ചെയ്യാൻ പോകും. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു? NeV/1000 ആയിരുന്നു. NeV/1000 അത് പഠിച്ചാൽ മതി. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ ആണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ആണ്, ഇക്വാലന്റ് മാസ് ആണ്. V എന്ന് പറഞ്ഞാൽ വോളിയം, എത്ര വോളിയത്തിലേക്കാണ് നമ്മളത് ഇടാൻ പോണത്, /1000. അപ്പൊ എത്ര വെയിറ്റ് വേണം? അപ്പൊ 100 ml ഉണ്ടാക്കേണ്ടത് വെച്ചാൽ വോളിയത്തിന്റെ അവിടെ 100 കൊടുക്കുക. ഏത് സബ്സ്റ്റൻസ് ആണ് ഇപ്പൊ എടുക്കുന്നത്? പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ് ആണെങ്കിൽ അതിന്റെ ഇക്വാലന്റ് വെയിറ്റ് കൊടുക്കാം. എത്ര നോർമാലിറ്റി ഉണ്ടാക്കണം നോക്കുക. അപ്പൊ 0.1 നോർമൽ ആണോ, 0.2 നോർമൽ ആണോ നോക്കുക. ആ വാല്യൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എത്ര വെയിറ്റ് വേണമെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വെയിറ്റ് ആണ് നമ്മൾ അതൊന്ന് പോയിട്ട് എടുക്കാറ് കേട്ടോ. ആ ഇക്വേഷനും കൂടി നമ്മൾ ആലോചിക്കാം. മാസ് ഓഫ് സബ്സ്റ്റൻസ് റിക്വയർഡ് ടു പ്രിപ്പയർ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, അതിന്റെ വെയിറ്റ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വാലന്റ് വെയിറ്റ് ഇൻറ്റു വോളിയം /1000. അത്രയും ഗ്രാം ആയിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്, ആസിഡ് ബേസ് ടൈട്രേഷൻസ്. എന്താണ് ആസിഡ് ബേസ് ടൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആസിഡ് ബേസ് ടൈട്രേഷൻസ് ആർ ദോസ് ഇൻ വിച്ച് ആസിഡ് സൊല്യൂഷൻസ് ആർ ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് standard alkali solutions or vice versa. ചിലപ്പോൾ ആസിഡ് സൊല്യൂഷനെ നമുക്ക് ടൈട്രേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആൽക്കലി സൊല്യൂഷൻസിനെ നമുക്ക് ടൈട്രേറ്റ് ചെയ്യേണ്ടി വരും. അതിൽ ഒന്ന് സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻ എന്ന് പറയുക. ആസിഡ് വേഴ്സസ് ബേസ് ചെയ്യുന്ന ടൈട്രേഷൻസിനെയാണ് നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ബേസിന്റെ ടൈട്രേഷൻ ആണ് ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് ആസിഡ് ആണെങ്കിൽ നമ്മൾ അതിനെ അസിഡിമെട്രി എന്ന് പറയും. അതായത് അതിലൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, ആ എടുക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആസിഡ് ആണെങ്കിൽ നമ്മൾ അതിനെ അസിഡിമെട്രി എന്ന് പറയും. ഇനി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ബേസ് ആണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കലിമെട്രി എന്ന് പറയും. But titration of free bases or those formed from salts or weak acids by hydrolysis against standard acid solutions are called acidimetry. Titrations of free acids with the standard base solutions are termed alkalimetry. Standard acid ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അറിയുന്നത് ആസിഡിന്റെ ആണെങ്കിൽ നമ്മൾ അതിനെ അസിഡിമെട്രി എന്ന് പറയും. കോൺസെൻട്രേഷൻ അറിയുന്ന ബേസിന്റെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ആൽക്കലിമെട്രി എന്ന് പറയും. ഇനി എന്താണ് ഇവിടെ നടക്കുന്നത്? ആസിഡ് ബേസ് ടൈട്രേഷനിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. The titrations are also referred to as neutralization titrations. അപ്പൊ ഏത് ടൈട്രേഷനെയാണ് ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ എന്ന് അറിയപ്പെടുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏതിനെയാണ്? ആസിഡ് ബേസ് ടൈട്രേഷൻസ് എന്നാണ്, ടൈട്രേഷൻസിനെയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദീസ് ഇൻവോൾവ്സ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് in which the net reaction take place is the combination of hydrogen and hydroxide ions to form water. അത് ഇവിടെ നടക്കുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. ലാസ്റ്റില് ഹൈഡ്രജൻ അയോണും ഹൈഡ്രോക്സൈഡ് അയോണും ചേർന്ന് ഇവിടെ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യാണ് ചെയ്യുന്നത് നെറ്റ് റിയാക്ഷനിൽ. ഓക്കെ, ഇപ്പൊ നോക്കി, NaOHും HClഉം NaClഉം H2Oയും ഫോം ചെയ്യുന്നു. അത് എന്ത് ചേർന്നിട്ടാ? H+ഉം OH- ചേർന്നിട്ടാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇക്വാലൻസ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്? ഇക്വാലൻസ് പോയിന്റ് ഓഫ് ആസിഡ് ബേസ് ടൈട്രേഷൻസ് ക്യാൻ ബി ഡൺ ബൈ പല മെത്തേഡ്സിൽ ചെയ്യാം. കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് ഉണ്ട്, പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ് വഴിയൊക്കെ അത് ചെയ്യാം. ആദ്യം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്, ആസിഡ് ബേസ് ടൈട്രേഷൻ, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ,
ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അതിന് പറയുന്ന ആസിഡ് ബേസ് ടൈട്രേഷൻ പറയുന്ന മറ്റൊരു പേരാണ് ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ. അതുപോലെ തന്നെ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ന്യൂട്രലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ്? ഓക്കെ, ന്യൂട്രലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് which are employed for visual detection of the end point in acid base titrations on account of their ability to change color during the pH change that occurs in the vicinity of the end point. എന്താണ് ന്യൂട്രലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റൻസസ് ആണ്. എന്താണ്? സബ്സ്റ്റൻസസ് ആണ്. അവരെന്തിനാണ് യൂസ് ചെയ്യുന്നത്? സബ്സ്റ്റൻസിന് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ, വിഷ്വൽ ഡിറ്റക്ഷൻ ഓഫ് എൻഡ് പോയിന്റ്. എങ്ങനെ? കാരണം ആ സബ്സ്റ്റൻസിന് എന്തിനുള്ള കഴിവുണ്ട്? കളർ ചേഞ്ച് ചെയ്യാനുള്ള, pH ചേഞ്ചിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ pH ചേഞ്ച് എന്താ? ഇപ്പോ ഒരു ബേസിലേക്ക് NaOH ആസിഡ് ആഡ് ചെയ്യും തോറും ഇതിന്റെ ബേസിക് ക്യാരക്ടർ കുറയും അല്ലെ? ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറയും. എന്നിട്ട് ആസിഡ് കൂടുമ്പോൾ അസിഡിക് ക്യാരക്ടർ വന്നൂടെ? വരാം. ആ ഒരു 20 ml 20 ml ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് വരാം? ആസിഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബേസ് മൊത്തം പോയി. അങ്ങനെ വരാം. അപ്പൊ ഈ pH ചേഞ്ച് ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളുകളുണ്ട്, സബ്സ്റ്റൻസസ് ഉണ്ട്. അവരെയാണ് നമ്മൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, the characteristic range or interval of pH in which an acid base indicator changes its color is called a color change interval or useful range. This varies widely with different indicators. പ്രധാനമായിട്ടും നമ്മൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാം, മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലീനും ആണ് അല്ലെ? മീഥൈൽ ഓറഞ്ച് ഒരു വീക്ക് ബേസ് ആണ്. അതിൽ കളർ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്, അതിന്റെ കളർ റേഞ്ച് എന്ന് പറയുന്നത് അത് ഒരു കളറിൽ തന്നെ നിൽക്കുക 3.1 to 4.4 ആണ് അതിന്റെ ഓക്കെ 3.1 to 4.4 ആണ് അതിന്റെ ഒരു കളർ ചേഞ്ച് ഇന്റർവെൽ എന്ന് പറയുന്നത്. 3.1 താഴെ അത് റെഡ് ആണ്. അതുപോലെ 4.4 മുകളിൽ അത് യെല്ലോ കളറാണ്. ഇനി ഫിനോഫ്തലീൻ ആണെങ്കിൽ ഒരു വീക്ക് ആസിഡ് ആണ്. അതിന്റെ pH റേഞ്ച് എന്ന് പറഞ്ഞാൽ 8 to 9.5 ആണ്. 8 താഴെ അത് കളർലെസ് ആണ്. 9.5 എബവ് അത് പിങ്ക് ആണ്. ഓക്കെ, ആ ഒരു കളർ റേഞ്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഫിനോഫ്തലീനും മീഥൈൽ ഓറഞ്ച്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്? ആസിഡ് ബേസ് ടൈട്രേഷനെ പറ്റി പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. സ്ട്രോങ് ആസിഡിനെ ഞാൻ എസ് എന്ന് കാണിക്കുന്നു. സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസും ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും അതൊന്ന് പഠിച്ചു വെക്കണം. നമുക്ക് ഫിനോഫ്തലീൻ, P4 ഫിനോഫ്തലീൻ ആണ് pH. ഫിനോഫ്തലീൻ യൂസ് ചെയ്യാം, മീഥൈൽ ഓറഞ്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്നാൽ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ് വിചാരിക്കുക. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ നമുക്ക് ഫിനോഫ്തലീൻ മാത്രമേ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? മീഥൈൽ ഓറഞ്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യം കൂടി ഓർക്കണം. അപ്പൊ ഇങ്ങനെ ഈ സ്ട്രോങ് ആസിഡ്സും സ്ട്രോങ് ബേസസും വീക്ക് ആസിഡ്സും വീക്ക് ബേസസും ഒക്കെ നമുക്കറിയാം. ഇപ്പൊ സ്ട്രോങ് ആസിഡ്സും സ്ട്രോങ് ബേസും ആണ്. അപ്പൊ HCl സ്ട്രോങ് ആസിഡ് ആണ്, NaOH സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ നമുക്ക് ഫിനോഫ്തലീനും മീഥൈൽ ഓറഞ്ചും യൂസ് ചെയ്യാം. ഇനി വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ്. ഇപ്പൊ ഓക്സാലിക് ആസിഡും NaOH ആണെങ്കിൽ നമുക്ക് ഫിനോഫ്തലീൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ നമുക്ക് ഏത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? മീഥൈൽ ഓറഞ്ച് മാത്രമേ ഇൻഡിക്കേറ്റർ ആയിട്ട്
യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് pHന്റെ ആ റേഞ്ചിന്റെ ആ കാര്യം കൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മളൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ഇങ്ങനെ ഇത് ഓർത്ത് വെച്ചാൽ മതി. വേറെ കൺഫ്യൂഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് വോളിയോമെട്രിക് അനാലിസിസ്, എന്താണ് ടൈട്രേഷൻ, എന്താണ് ഇക്വാലൻസ് പോയിന്റ്, എന്താണ് എൻഡ് പോയിന്റ്, എന്താണ് ആസിഡ് ബേസ് ടൈട്രേഷൻ, എന്താണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. അപ്പൊ താങ്ക് യു.